ഹലോ എവ്രി വൺ, എല്ലാവർക്കും ബയോളജിയുടെ ഒരു പുതിയ ക്ലാസ്സിലേക്ക് വെൽക്കം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ സെൻസ് ഓഫ് ഹിയറിങ്ങിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഈ ഒരു ഫ്ലോ ചാർട്ട് 3.4 അല്ലേ, ഈ ഒരു എന്താ പറയുക ഫ്ലോ ചാർട്ട് നമ്മൾ പൂരിപ്പിച്ചിട്ടുണ്ടായിരുന്നു. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, എന്തായാലും എക്സാമിന് ചോദിക്കും. അപ്പോൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞ് വീണ്ടും സ്റ്റാർട്ട് ചെയ്യാൻ നമുക്കറിയാം നമ്മുടെ സൗണ്ട് എന്ന് പറയുന്ന ആ ഒരു സ്റ്റിമുലസിനെ, ആ ഒരു ഉദ്ദീപനത്തെ സ്വീകരിക്കാനുള്ള സെൻസ് ഓർഗനാണ് നമ്മുടെ ചെവി എന്ന് പറഞ്ഞത്. അപ്പോൾ സൗണ്ട് വേവ്സിനൊക്കെ ആദ്യം കളക്ട് ചെയ്യുന്നത് നമ്മുടെ എക്സ്റ്റേണൽ ഇയറിൻ്റെ ബാഹ്യകർണത്തിൻ്റെ ഔട്ടർ ഇയറിൻ്റെ ഒക്കെ ഭാഗമായിട്ടുള്ള പിന്നെയാണ് ആദ്യം അവിടെ ഈ ഒരു സൗണ്ട് വേവ്സിനെ ആദ്യം കളക്ട് ചെയ്യാം. എന്നിട്ട് സൗണ്ട് വേവ്സ് നേരെ പാസ് ചെയ്യേണ്ടത് ഓഡിറ്ററി കനാലിലേക്കാണ്, കർണനാളത്തിലേക്കാണ്. അവിടെ വന്നിട്ട് അത് ടിംബാനത്തിലേക്ക് പോകുന്നു. അപ്പോൾ ഇത്രയും പാർട്ടാണ് നമ്മുടെ എക്സ്റ്റേണൽ ഇയർ എന്ന് പറയുന്നത്. അവിടെ നിന്നിട്ടും ആ ഒരു വൈബ്രേഷൻസ് ഒക്കെ നേരെ പോകുന്നത് നമ്മുടെ മിഡിൽ ഇയറിലേക്കാണ്, മധ്യകർണത്തിലേക്കാണ്. അവിടെ നമുക്ക് 3 ബോൺസ് കാണപ്പെടുന്നുണ്ട്, അസ്ഥി ശൃംഖല കാണപ്പെടുന്നുണ്ട്. അവയുടെ പേരാണ് മാലിയസ്, ഇംഗസ് ആൻഡ് സ്റ്റേപ്പീസ്. അത് മാലിയസ്, ഇംഗസ് ആൻഡ് സ്റ്റേപ്പീസ്. അങ്ങനെ ആ സൗണ്ട് വേവ്സ് ഒക്കെ നമ്മുടെ മിഡിൽ ഇയറിൽ നിന്ന് അടുത്ത് പോകുന്നത് ഇന്റേണൽ ഇയറിലേക്കാണ്, അഥവാ നമ്മുടെ ഇന്നർ ഇയറിലേക്കാണ്, അഥവാ ആന്തരകർണത്തിലേക്കാണ്. അപ്പോൾ അതിന് തൊട്ട് മുന്നോട്ട് ചെറിയ വിൻഡോ ഉണ്ട്. ആ വിൻഡോന്റെ പേരാണ് ഓവൽ വിൻഡോ. ഓവൽ വിൻഡോയിൽ നിന്നും ശബ്ദങ്ങൾ നേരെ പോകുന്നത് കോക്ലിയക്ക് എത്താണ് കോക്ലിയ. കോക്ലിയയുടെ അകത്ത് 3 ചേമ്പേഴ്സ് ഉണ്ട് നമുക്കറിയാം. അപ്പർ ചേമ്പർ, മിഡിൽ ചേമ്പർ, ലോവർ ചേമ്പർ. മുകളിലത്തെ അറ, താഴത്തെ അറ, മധ്യ അറ. അതിൽ ആ മധ്യ അറന്റെയും താഴത്തെ അറന്റെയും ഇടയിൽ കാണുന്ന ഒരു മെംബ്രെയിൻ ആണ്, ഒരു സ്ഥലമാണ് ബേസിലാർ മെംബ്രെയിൻ അഥവാ ബേസിലാർ സ്ഥലം. ആ ബേസിലാർ മെംബ്രെയിൻ പിക്ചർ കൂടെ നോക്കുക, ഇതാണ് ബേസിലാർ മെംബ്രെയിൻ, ബേസിലാർ സ്ഥലം. അതിൽ കാണപ്പെടുന്ന സ്പെഷ്യൽ ഓർഗൻ ആണ് ഓർഗൻ ഓഫ് കോർട്ടി എന്നറിയപ്പെടുന്നു. ആ ഓർഗൻ ഓഫ് കോർട്ടിയിലേക്ക് നമ്മുടെ ശബ്ദത്തിന്റെ തരംഗങ്ങൾ എത്തുമ്പോൾ, വേവ്സോടെ എത്തുമ്പോൾ അവിടെയുള്ള സ്പെഷ്യൽ സെൻസറി ഹെയർ സെൽസ് അല്ലെ, പ്രത്യേകതരം രോമകോശങ്ങൾ സ്റ്റിമുലേറ്റ് ആയിട്ട് അവിടെ ഇമ്പൾസ് ഉണ്ടാക്കുകയും ആ ഇമ്പൾസിനെ ഇവിടെ ചെറിയൊരു പ്രയാസം ഉണ്ട് കേട്ടോ. ഇമ്പൾസ് ഇൻ ദി ഒപ്റ്റിക് നെർവ് അല്ല, തെറ്റാണത്. ഇമ്പൾസ് ഇൻ ദി ഓഡിറ്ററി നെർവാണ്. ഇമ്പൾസ് ഇൻ ദി ഓഡിറ്ററി നെർവ്. ഇമ്പൾസ് എന്ത് ചെയ്യുന്നു? ഓഡിറ്ററി നെർവ്, കേൾക്കാൻ സഹായിക്കുന്ന, കേൾവിക്ക് സഹായിക്കുന്ന ഓഡിറ്ററി നെർവാണ് എന്ത് ചെയ്യുന്നത്? അത് സെറിബ്രത്തിലേക്ക് എത്തിക്കുന്നത്. ഓക്കെ, ഇത്ര നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു നിർത്തിയത് പഠിച്ചു വെക്കുക കേട്ടോ. ഇനി നമുക്ക് ഇവിടെ ആ ഒരു പാർട്സിന്റെ ഒക്കെ ഫംഗ്ഷൻ ചോദിച്ചിട്ടുണ്ട്. ഓരോന്നിനും ഫംഗ്ഷൻ നോക്കാം. ഫസ്റ്റ് വൺ, എന്താണ് പിന്ന? എന്താണ് പിന്നയുടെ ഫംഗ്ഷൻ നോക്കാം. പറയൂ. പിന്നെയാണ് ആ സൗണ്ട് വേവ്സിനെ എല്ലാം കളക്ട് ചെയ്യുന്നത് അല്ലെ, ശബ്ദ തരംഗങ്ങളെല്ലാം കളക്ട് ചെയ്യുന്നത് നമ്മൾ പിന്നെയാണ്. ഇറ്റ് കളക്ട് ദി സൗണ്ട് വേവ്സ് അല്ലെ. അറ്റ്മോസ്ഫിയറിലുള്ള നമ്മുടെ അന്തരീക്ഷത്തിനകത്ത് കാണപ്പെടുന്ന ശബ്ദ തരംഗങ്ങളെയൊക്കെ, സൗണ്ട് വേവ്സിനെയൊക്കെ ശേഖരിക്കുന്നത്, കളക്ട് ചെയ്യുന്നത് നമ്മുടെ പിന്നെയാണ്. രണ്ടാമത്തെ ഫംഗ്ഷൻ നമ്മുടെ ഓഡിറ്ററി കനാൽ നോക്കാം. ഓഡിറ്ററി കനാൽ മലയാളത്തിലെ കർണനാളം. ഓഡിറ്ററി കനാൽ അല്ലെങ്കിൽ കർണനാളം എന്ത് ചെയ്യുന്നു? ഈ സൗണ്ട് വേവ്സിനെയൊക്കെ പിന്നെ കളക്ട് ചെയ്ത് സൗണ്ട് വേവ്സിനെയൊക്കെ നമ്മുടെ ടിംബാനത്തിലേക്ക് എത്തിക്കുന്നത് നമ്മുടെ കർണനാളം. ഡയറക്റ്റ് സൗണ്ട് വേവ്സ് ഇൻടു ടിംബാനം. ടിംബാനത്തിലേക്ക് നമ്മുടെ സൗണ്ട് വേവ്സിനെ എല്ലാം ഡിറക്റ്റ് ചെയ്യാൻ സഹായിക്കുന്നത് നമ്മുടെ ഓഡിറ്ററി കനാലാണ്. അടുത്ത പാർട്ടാണ് ടിംബാനം അഥവാ നമ്മുടെ ഇയർ ഡ്രം എന്ന് പറയും. ടിംബാനം അഥവാ ഇയർ ഡ്രം, കർണപടം എന്ന് പറയും. ടിംബാനം അഥവാ ഇയർ ഡ്രം അഥവാ കർണപടം എന്ന് പറയും. ഈ ടിംബാനമാണ് ഈ വരുന്ന സൗണ്ട് വേവ്സിനനുസരിച്ച് വൈബ്രേറ്റ് ചെയ്യുക. ഇറ്റ് വൈബ്രേറ്റ്സ് അക്കോർഡിംഗ് ടു ദി സൗണ്ട് വേവ്സ്. ആ വരുന്ന സൗണ്ട് വേവ്സിനനുസരിച്ച്, വരുന്ന ശബ്ദ തരംഗങ്ങൾക്കനുസരിച്ച് വൈബ്രേറ്റ് ചെയ്യുന്നത്, കമ്പനം ചെയ്യുന്നത് ആരാണ്? നമ്മുടെ ടിംബാനം അഥവാ ഇയർ ഡ്രം ആണ്. അടുത്ത ഇനി രണ്ട് ബോക്സ് കാണുന്നുള്ളൂ. നമുക്ക് ഇവിടെ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് ബൈ ആഡിങ് ദി പാർട്സ് അല്ലെ, അത് കേൾവിക്ക് സഹായിക്കുന്ന പാർട്സിനെ കുറിച്ച് ആഡ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. നോക്കാം നമുക്കിവിടെ. അടുത്ത് കോക്ലിയ പറയാം. കോക്ലിയാണ് കേൾക്കാൻ സഹായിക്കുന്ന പാർട്ട്. എങ്ങനെയാണ് കോക്ലിയ കേൾക്കാൻ സഹായിക്കുന്നത്? കോക്ലിയയിൽ കാണുന്ന സ്പെഷ്യൽ സെൻസറി ഹെയർ സെൽസ്. കോക്ലിയയിൽ കാണപ്പെടുന്ന സ്പെഷ്യൽ സെൻസറി ഹെയർ സെൽസ് ഉണ്ട്. ആ സെൻസറി ഹെയർ സെൽസ് ആണ് ഇമ്പൾസുകളെ ജനറേറ്റ് ചെയ്യുന്നത്. കോക്ലിയയിൽ കാണുന്ന സ്പെഷ്യൽ സെൻസറി ഹെയർ സെൽസ് ആണ് ഇമ്പൾസുകളെ ജനറേറ്റ് ചെയ്യുന്നത്. ഓക്കെ,
കോക്കിളിയിൽ കാണപ്പെടുന്ന സ്പെഷ്യൽ സെൻസറി ഹെയർ സെൽസ് ആണ് ഇമ്പൾസുകളെ ജനറേറ്റ് ചെയ്യുന്നത്. അതായത് പ്രത്യേക തരം രോമകോശങ്ങളാണ് നമ്മുടെ ഉദ്ദീപനങ്ങളെ ഉണ്ടാക്കുന്നത്. ആ ഉണ്ടായ ഉദ്ദീപനങ്ങളൊക്കെ ഓഡിറ്ററി നെർവ് അഥവാ നമ്മുടെ ശ്രവണനാഡി ഓഡിറ്ററി നെർവ് അഥവാ ശ്രവണനാഡിയാണ് ആ ഉണ്ടായ ഇമ്പൾസുകളെയൊക്കെ എവിടേക്ക് എത്തിക്കുന്നത്? ടു സെറിബ്രത്തിനകത്തേക്ക് ആ ഉണ്ടായ ഇമ്പൾസുകളെയൊക്കെ ഉണ്ടായ ആവേഗത്തെയൊക്കെ ഉണ്ടായിട്ടുള്ള അവയവങ്ങളെയൊക്കെ സെറിബ്രത്തിനകത്തേക്ക് എത്തിക്കാൻ സഹായിക്കുന്നതാണ് നമ്മുടെ ഓഡിറ്ററി നെർവ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഫങ്ഷൻസ്. ഇനി നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ചെവിയുടെ മറ്റൊരു ഫങ്ഷനാണ് The another function of ear is to maintain a body balance. ശരീരത്തിൻ്റെ തുലന നില പാലിക്കാൻ സഹായിക്കുന്ന ബോഡി പാർട്ടും കൂടിയാണ് നമ്മുടെ ചെവി. അപ്പോൾ ഇവിടെ ക്വസ്റ്റ്യൻ ഉണ്ട്, വിച്ച് പാർട്ട് ഓഫ് ബ്രെയിൻ ഈസ് റെസ്പോൺസിബിൾ ഫോർ മെയിൻറ്റെയിനിങ് ദി ബോഡി ബാലൻസ്? ബ്രെയിനിൻ്റെ ഏത് പാർട്ടാണ് ബോഡി ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യാൻ സഹായിക്കുന്നത്? ഏതാണത്? സെറിബെല്ലം. സെറിബെല്ലമാണ് നമ്മുടെ ബ്രെയിനിൻ്റെ പാർട്ടായിട്ടുള്ള ബോഡി ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യാൻ സഹായിക്കുന്ന പാർട്ട്. ഇനി നമുക്ക് നോക്കാം എങ്ങനെയാണ് ഇന്നർ ഇയർ ആന്തരകർണം ബോഡി ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യാൻ സഹായിക്കുന്നു നോക്കാം. നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ഇന്നർ ഇയറിൽ കുറച്ച് പാർട്സ് ഉണ്ട്. ഒന്നാമത്തെ പാർട്ട് പഠിച്ചു കഴിഞ്ഞു. അത് ഏതായിരുന്നു? കോക്ലിയ പഠിച്ചു കഴിഞ്ഞു. കോക്ലിയ കേൾക്കാനാണ്. കോക്ലിയിൽ നിന്ന് പോകുന്ന ഇമ്പൾസുകളെല്ലാം കൊണ്ടുപോകുന്ന ആരാണ്? ഓഡിറ്ററി നെർവാണെന്ന് പഠിച്ചു കഴിഞ്ഞു. അപ്പോൾ കോക്ലിയയും ഓഡിറ്ററി നെർവും പഠിച്ചു കഴിഞ്ഞതാണ്. ഇനി നമുക്ക് ഇവിടെ വേണ്ടത് ഇമ്പോർട്ടൻ്റ് കുറച്ച് ഭാഗങ്ങളാണ്. ഫസ്റ്റ് വൺ സെമി സർക്കുലർ കനാൽസ്, സെക്കൻഡ് വൺ യൂട്രിക്കിൾ, സാക്യൂൾ, വെസ്റ്റിബുലാർ നെർവ്, പിന്നെ അവിടെ കാണപ്പെടുന്ന സെൻസറി ഹെയർ സെൽസ്. ഏതൊക്കെയാണ്? ഇന്നർ ഇയറിൽ നമ്മുടെ കേൾക്കാൻ സഹായിക്കുന്ന കോക്ലിയും ഓഡിറ്ററി നെർവും മാറ്റിവെച്ചാൽ ബാക്കിയുള്ള പാർട്സ് ആണ് ഇന്നർ ഇയർ നമ്മളെ ബോഡി ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യാൻ സഹായിക്കുന്നത്. ഇത് ഏതൊക്കെയാണ്? സെമി സർക്കുലർ കനാൽസ്, ദെൻ വെസ്റ്റിബ്യൂൾ. ആ വെസ്റ്റിബ്യൂളിന്റെ തന്നെ രണ്ട് പാർട്ടാണ് യൂട്രിക്കിൾ ആൻഡ് സാക്യൂൾ. പുറത്തുനിന്ന് കുറച്ച് നോയ്സ് ഉണ്ടായിരിക്കും, ക്ഷമിക്കുക കേട്ടോ, സോറി. അപ്പോൾ ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യാം, നേരത്തെ കുറച്ച് ബഹളം ഉണ്ടായിരുന്നു. ഇന്നർ ഇയറിൽ നമ്മളെ ബോഡി ബാലൻസിന് സഹായിക്കുന്ന പാർട്സ് ആണ് സെമി സർക്കുലർ കനാൽസ്, വെസ്റ്റിബ്യൂൾ. അതിൽ സെമി സർക്കുലർ കനാൽസ് ഇവിടെ കാണുന്നത് സെമി സർക്കുലർ കനാൽസ് 1, 2, 3. ഇനി അതിൻ്റെ കൂട്ടത്തിലുള്ള മറ്റൊരു പാർട്ടാണ് വെസ്റ്റിബ്യൂൾ എന്ന് പറയും. വെസ്റ്റിബ്യൂളിൻ്റെ രണ്ട് പാർട്സ് ആണ് ഏതൊക്കെ? യൂട്രിക്കിളും സാക്യൂളും. അപ്പോൾ യൂട്രിക്കിളും സാക്യൂളും ചേർന്നാണ് എന്ത്? വെസ്റ്റിബ്യൂൾ. യൂട്രിക്കിളാണ് ഈ കാണുന്നത്, സാക്യൂളാണ് ഈ കാണുന്നത്. അപ്പോൾ യൂട്രിക്കിളും സാക്യൂളും ചേർത്ത് നമുക്ക് എന്ത് വിളിക്കാം? വെസ്റ്റിബ്യൂൾ എന്ന് വിളിക്കാം. ഇനി ആ വെസ്റ്റിബ്യൂളിൽ നിന്നും ഇമ്പൾസുകളെല്ലാം കൊണ്ടുപോകുന്ന നെർവാണ് വെസ്റ്റിബുലാർ നെർവ്. ആൻഡ് ദിസ് വെസ്റ്റിബുലാർ നെർവ് എങ്ങോട്ടാ പോവാം? സെറിബെല്ലം. കാരണം ബോഡി ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യാൻ സഹായിക്കുന്ന പാർട്ടാണ് സെറിബെല്ലം ആണ്. നോക്കാം എങ്ങനെയാണ് ബോഡി ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യാൻ സഹായിക്കുന്നത് നോക്കാം. ദി പാർട്ട് ഓഫ് ഇന്നർ ഇയർ ദാറ്റ് മെയിൻറ്റെയിൻസ് ബോഡി ബാലൻസ് ഈസ് വെസ്റ്റിബുലാർ സിസ്റ്റം. വെസ്റ്റിബുലാർ സിസ്റ്റം എന്നാണ് അറിയപ്പെടുന്നത്. ഇത് ആരൊക്കെയുണ്ട്? വിച്ച് ഇൻക്ലൂഡ്സ് 3 സെമി സർക്കുലർ കനാൽസ്. കണ്ടു നമ്മൾ, വെസ്റ്റിബ്യൂൾ ആൻഡ് ഹെയർ സെൽസ്. അപ്പോൾ ബോഡി ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യാൻ സഹായിക്കുന്ന ചെവിയുടെ ആ സിസ്റ്റത്തിന്റെ പേരാണ് എന്ത്? വെസ്റ്റിബുലാർ സിസ്റ്റം. മലയാളത്തിൽ വെസ്റ്റിബുലാർ വ്യവസ്ഥ. ആ വെസ്റ്റിബുലാർ വ്യവസ്ഥയുടെ പാർട്സ് ആണ് സെമി സർക്കുലർ കനാൽസ്, ദെൻ വെസ്റ്റിബ്യൂൾ, അതുപോലെ തന്നെ നമുക്കറിയാം ഹെയർ സെൽസ്. ഓക്കെ, ഇനി നമ്മൾ നേരത്തെ കഴിഞ്ഞ ക്ലാസ്സിൽ കുറച്ച് ഫ്ലൂയിഡ്സിനെ കുറിച്ച്, ദ്രവങ്ങളെ കുറിച്ച് പഠിച്ചിട്ടുണ്ടായിരുന്നു. ഏതൊക്കെ ദ്രവങ്ങളെ പഠിച്ചത് നമ്മൾ? ആ ദ്രവങ്ങളുടെ പേരൊന്ന് മിസ് പറഞ്ഞു തരാൻ നോക്കിക്കോളൂ. എൻഡോലിംഫ് അല്ലെ, എൻഡോലിംഫും പഠിച്ചു, പെരിലിംഫും പഠിച്ചു. കോക്ലിയുടെ കേസിൽ 3 ചേംബർ ഉണ്ടായിരുന്നു. 3 ചേംബറിലെ പുറമേ 2 ചേംബറിന്റെ അപ്പർ ചേംബറിലും ലോവർ ചേംബറിലുമാണ് പെരിലിംഫും, നടുക്കുള്ള ചേംബറിലാണ് എൻഡോലിംഫ് പഠിച്ചു കഴിഞ്ഞിരുന്നു. ഇവിടെ നോക്കൂ, എൻഡോലിംഫ് പ്രസന്റ് ഇൻ ദി കനാൽസ്. ഏത് കനാൽസ് ആണ്? സെമി സർക്കുലർ കനാൽസ്. എൻഡോലിംഫ് പ്രസന്റ് ഇൻ ദി കനാൽസ്, സെമി സർക്കുലർ കനാൽസ്. അതിന്റെ പ്രത്യേകത ഉണ്ട്. ആ സെമി സർക്കുലർ കനാൽസ് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പെർപെൻഡിക്കുലർ ആയിട്ട് നിൽക്കുന്നത്, ലംബമായിട്ട് നിൽക്കുന്നതാ. ഇതിനോട് പെർപെൻഡിക്കുലർ ആയിട്ട് ഇതിങ്ങനെ നിൽക്കുന്നു, ഇതിനോട് പെർപെൻഡിക്കുലർ ആയിട്ട് മറ്റേത് ഇങ്ങനെ നിൽക്കുന്നത് അല്ലേ. അപ്പോൾ 3 പെർപെൻഡിക്കുലർ പൊസിഷൻ. നമ്മൾ നോക്കിയതാ, ഇത് 1, ഇത് 2, ഇത് അതിൻ്റെ അപ്പുറത്തേക്ക് 3 അല്ലേ. ആ പെർപെൻഡിക്കുലർ പൊസിഷനിലാണ് 3 നിൽക്കുന്നത്. നമുക്ക് 3D പിക്ചർ നമ്മൾ കാണിക്കാൻ പ്രയാസം ഉണ്ടല്ലോ അല്ലേ. ഇത് 2D പിക്ചറാണ്. അപ്പോൾ 3D ഡയമെൻഷൻ ആലോചിക്കാം.
മൂന്നെണ്ണവും പരസ്പരം പെർപെൻഡിക്കുലർ ആയിട്ട് നിൽക്കുന്നത്, ലംബമായിട്ട് 90 ഡിഗ്രിയിലാണ് മൂന്ന് നിൽക്കുന്നത്. ഒന്ന് ഇങ്ങനെയാണെങ്കിൽ 90 ഡിഗ്രിയിലാണ് മൂന്ന് നിൽക്കുന്നത് കേട്ടോ. ഓക്കെ. The endolymph present in the canals which are arranged perpendicular to each other moves with the rotational movement of the head. നമ്മളിങ്ങനെ ഇപ്പോൾ ഡാൻസ് ചെയ്യുമ്പോൾ നമ്മുടെ ബോഡി ഇങ്ങനെ മൂവ് ചെയ്യും അല്ലേ, ബോഡി മൂവ് ചെയ്യുമ്പോൾ നമ്മുടെ ഹെഡ് മൂവ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ഹെഡിൻ്റെ മൂവ്മെൻറ്റിനനുസരിച്ച് ഈ സെമി സർക്കുലർ കനാൽസിനകത്തുള്ള എൻഡോലിംഫ് എന്ത് ചെയ്യും, മൂവ് ചെയ്യും. നമ്മുടെ ഹെഡ് ഇങ്ങനെ ഷെയ്ക്ക് ചെയ്യുമ്പോൾ ആ ഷെയ്ക്കിനനുസരിച്ച് നമ്മുടെ എൻഡോലിംഫ് എന്ത് ചെയ്യും, ഷെയ്ക്ക് ചെയ്യും. ഈ എൻഡോലിംഫ് എവിടെ കാണപ്പെടുന്നത്? എൻഡോലിംഫ് കാണപ്പെടുന്നത് നമ്മുടെ സെമി സർക്കുലർ കനാൽസിലാണ്. അപ്പോൾ നമ്മുടെ ബോഡി മൂവ് ചെയ്യുന്നതനുസരിച്ച് ഹെഡ് മൂവ് ചെയ്യും. ഹെഡിൻ്റെ മൂവ്മെൻറ്റ് ഉണ്ടാകുമ്പോൾ സെമി സർക്കുലർ കനാൽസിനകത്തുള്ള എൻഡോലിംഫ് എന്ത് ചെയ്യുന്നുണ്ട്, മൂവ് ചെയ്യുന്നുണ്ട്. ആസ് എ റിസൾട്ട് ഓഫ് ദിസ് മൂവ്മെൻറ്റ്, ഈ മൂവ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് ഹെയർ സെൽസ് പ്രസന്റ് ഹിയർ ഗെറ്റ് സ്റ്റിമുലേറ്റഡ്. അവിടെ കാണപ്പെടുന്ന ഹെയർ സെൽസ്, അവിടെ കാണപ്പെടുന്ന ഹെയർ സെൽസ് എന്ത് ചെയ്യുന്നു, സ്റ്റിമുലേറ്റ് ചെയ്യുന്നു, ഉദ്ദീപിക്കപ്പെടുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ട് എന്ത് ചെയ്യുന്നു, ഇമ്പൾസുകൾ ഉണ്ടാകുന്നുണ്ട്. ഇനി യൂട്രിക്കിൾ ആൻഡ് സാക്യൂൾ ഓഫ് ദി ചേംബർ കോൾഡ് ദി വെസ്റ്റിബ്യൂൾ ഓൾസോ കണ്ടെയ്ൻ ഹെയർ സെൽസ്. നമുക്കറിയാം സെമി സർക്കുലർ കനാൽസിനകത്ത് ഫ്ലൂയിഡ് കാണപ്പെടുന്നുണ്ട്. വെസ്റ്റിബ്യൂളിൻ്റെ രണ്ട് പാർട്ടായിട്ടുള്ള, വെസ്റ്റിബ്യൂളിൻ്റെ രണ്ട് ചേംബേഴ്സ് ആയിട്ടുള്ള, രണ്ട് അറകളായിട്ടുള്ള യൂട്രിക്കിളിലും സാക്യൂളിലും എന്ത് കാണപ്പെടുന്നുണ്ട്, ഹെയർ സെൽസ് കാണപ്പെടുന്നുണ്ട്. ദി ലീനിയർ മൂവ്മെന്റ് ഓഫ് ഹെഡ് ജനറേറ്റ്സ് ഇമ്പൾസ് ഇൻ ദീസ് ഹെയർ സെൽസ് അല്ലേ. അതായത് നമ്മുടെ ഹെഡിന്റെ മൂവ്മെന്റ്സ് എവിടെയുള്ള ഹെയർ സെൽസിനെയും മൂവ് ചെയ്യാൻ സഹായിക്കുന്നുണ്ട്, വെസ്റ്റിബ്യൂളിനകത്ത് കാണപ്പെടുന്ന ഹെയർ സെൽസിനെയും മൂവ് ചെയ്യാൻ സഹായിക്കുന്നുണ്ട്. വെൻ ദി ഇമ്പൾസസ് റീച്ച് ദി ബ്രെയിൻ ത്രൂ വെസ്റ്റിബുലാർ നെർവ്, പറഞ്ഞിട്ടുണ്ട് രണ്ട് തരത്തിൽ നെർവ് ചെവിയിൽ കാണപ്പെടുന്നുണ്ട്. ഒന്ന് ഓഡിറ്ററി നെർവാണ്, ശ്രവണ നാഡിയാണ്. രണ്ടാമത്തത് വെസ്റ്റിബുലാർ നെർവ് അഥവാ വെസ്റ്റിബുലാർ നാഡിയാണ്. അതെന്ത് ചെയ്യുന്നു, ബോഡി ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യാൻ സഹായിക്കുന്നുണ്ട്. Then receiving impulse from the eyes and the muscles as well. ഇവിടെ impulse from the eyes ഉദ്ദേശിച്ചത് നമ്മുടെ ഒരു കാര്യം കാണുമ്പോൾ എന്ത് ചെയ്യും, ബോഡി ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യും അല്ലേ. അപ്പോൾ കാണുന്നതിനനുസരിച്ച് നമ്മൾ നടന്നു പോകണമെങ്കിൽ എന്ത് ചെയ്യും, ആ ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യും. അപ്പോൾ ഇവിടെ നമ്മുടെ ചെവിയിൽ നിന്നുള്ള ഈ ഇമ്പൾസുകളെല്ലാം നമ്മൾ ആര് റിസീവ് ചെയ്യും, നമ്മുടെ ബ്രെയിനിൽ കാണപ്പെടുന്ന സെറിബെല്ലം റിസീവ് ചെയ്യും, ബോഡി ബാലൻസ് എന്ത് ചെയ്യും, മെയിൻറ്റെയിൻ ചെയ്യും. Then parts of inner ear associated with balance, body balance മെയിൻറ്റെയിൻ ചെയ്യാൻ സഹായിക്കുന്ന ഇന്നർ ഇയറിന്റെ പാർട്സ് ഏതൊക്കെയാണ്? വെസ്റ്റിബ്യൂൾ, then സെമി സർക്കുലാർ കനാൽസ്, വെസ്റ്റിബ്യൂൾ, സെമി സർക്കുലാർ കനാൽസ്, then വെസ്റ്റിബുലാർ നെർവ്. പിന്നെ അതിനകത്ത് കാണപ്പെടുന്ന എന്തും കൂടി ഉണ്ട്, ഹെയർ സെൽസും കൂടി ഉണ്ട്. അതിന് സെപ്പറേറ്റ് ചെയ്ത നിർബന്ധമില്ല. ഹെയർ സെൽസ് എവിടെ കാണപ്പെടുന്നുണ്ട്, വെസ്റ്റിബ്യൂളിൽ കാണപ്പെടുന്നുണ്ട്. അപ്പോൾ അത് ജസ്റ്റ് പറഞ്ഞോളൂ കേട്ടോ. പൊസിഷൻ ഓഫ് ഹെയർ സെൽസ്, എവിടെയാണ് നമ്മുടെ ഹെയർ സെൽസ് കാണപ്പെടുന്നത്? യെസ്, നമ്മുടെ ഹെയർ സെൽസ് കാണപ്പെടുന്നത് സെമി സർക്കുലർ കനാൽസിന്റെ ഈ ഒരു ജോയിനിങ് പാർട്ടിലും കാണപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ വെസ്റ്റിബ്യൂളിനകത്തും നമ്മുടെ ഹെയർ സെൽസ് കാണപ്പെടുന്നുണ്ട്. ഹെയർ സെൽസ് പ്രസന്റ് ഇൻ ദി semicircular canals and the vestibule. Hair cells present in the semicircular canals and the vestibule. Then fluid in the chamber. ഇവിടെ കാണപ്പെടുന്ന ഫ്ലൂയിഡ് ഏതാണ്? ഈ ചേംബറിലെല്ലാം കാണപ്പെടുന്ന ഫ്ലൂയിഡ് ആണ് എൻഡോലിംഫ്. എൻഡോലിംഫ് ആണ് ഇവിടെ കാണപ്പെടുന്ന ഫ്ലൂയിഡ്, എൻഡോലിംഫ്. The situation in which hair cells are stimulated. ഹെയർ സെൽസ് എപ്പോഴാണ് സ്റ്റിമുലേറ്റ് ചെയ്യിക്കുക? അതെ, നമ്മുടെ റൊട്ടേഷണൽ മൂവ്മെന്റ് ഉണ്ട് അല്ലേ. നമ്മളെ ബോഡി എന്ത് ചെയ്യുന്നു, റൊട്ടേറ്റ് ചെയ്യുന്നു. ഇപ്പൊ റൊട്ടേഷണൽ മൂവ്മെന്റ് ഓഫ് ഹെഡ്, റൊട്ടേഷണൽ മൂവ്മെന്റ് ഓഫ് ഹെഡ്, റൊട്ടേഷണൽ മൂവ്മെന്റ് ഓഫ് ഹെഡ് ഉണ്ടാവുമ്പോഴാണ് നമ്മുടെ ഹെയർ സെൽസും അവിടെ മൂവ് ചെയ്തിട്ട് ഹെയർ സെൽസ് സ്റ്റിമുലേറ്റ് ചെയ്യാനുള്ള കാരണമാകുന്നത്. നമ്മൾ ബോഡി ഇങ്ങനെ മൂവ് ചെയ്യുമ്പോൾ, തലേനെ ഇളകുമ്പോൾ ആ ഇളക്കം നമ്മുടെ ഹെയർ സെൽസിനെയും ഒന്ന് സ്റ്റിമുലേറ്റ് ചെയ്യിക്കും. Then the part of brain associated with body balance, ബോഡി ബാലൻസുമായിട്ട് അസോസിയേറ്റ് ചെയ്ത ബ്രെയിനിന്റെ പാർട്ട് ഏതാണത്? സെറിബെല്ലം. അപ്പൊ ഇത്രയുമാണ് നമ്മുടെ ബോഡി ബാലൻസിനെ കുറിച്ച് പറയാനുള്ളത്. നമുക്ക് ചെവിയാണ് അവസാനിപ്പിക്കാം അല്ലെ. നമുക്ക് ഇത്രയും പറഞ്ഞ കാര്യങ്ങളൊന്ന് മലയാളം മീഡിയം ടെക്സ്റ്റ് ബുക്ക് നോക്കാം. ആന്തരകർണം ശരീര തുലനനില പാലനം സഹായിക്കുന്ന ഭാഗങ്ങളാണ് സെമി സർക്കുലർ കനാലുകൾ,
പിന്നെ വെസ്റ്റിബ്യൂൾ രണ്ട് പാർട്ടാണ്, യൂട്രിക്കിൾ, സാക്യൂൾ. അവിടുന്ന് കൊണ്ടുവന്ന നാഡിയാണ് വെസ്റ്റിബുലാർ നാഡി. കാണപ്പെടുന്ന കോശങ്ങളാണ് രോമകോശങ്ങൾ. ഓക്കെ, ഇത് വായിക്കേണ്ട ആവശ്യമുണ്ടോ നോക്കട്ടെ. 3 സെമി സർക്കുലർ കനാലുകൾ, വെസ്റ്റിബ്യൂൾ, രോമകോശങ്ങൾ എന്നിവ ഉൾപ്പെടുന്ന വെസ്റ്റിബുലാർ സിസ്റ്റമാണ് ആന്തരകർണത്തിന്റെ തുലനനില പാലിക്കാൻ സഹായിക്കുന്ന ഭാഗങ്ങൾ. പരസ്പരം ലംബമായി ലംബമായി ക്രമീകരിച്ചിരിക്കുന്ന 3 കനാലുകളിലെയും എൻഡോലിംഫ് തലയുടെ ഭ്രമണ ചലനമനുസരിച്ച് എന്ത് ചെയ്യുന്നു, ചലിക്കുന്നു. ചലനഫലമായി ഇവിടെയുള്ള രോമകോശങ്ങൾ ഉദ്ദീപിക്കപ്പെട്ട് അവയിൽ നിന്നും ആവേഗങ്ങൾ ഉണ്ടാകുന്നു. വെസ്റ്റിബ്യൂൾ എന്ന അറയിലെ യൂട്രിക്കിളും സാക്യൂളും രോമകോശങ്ങൾ ഉൾക്കൊള്ളുന്നുണ്ട്. തലയുടെ രേഖീയ ചലനം ഇമ്പോർട്ടൻ്റ് ആണ്. ഭ്രമണ ചലനം അതുപോലെ തന്നെ രേഖീയ ചലനം ഈ രോമകോശങ്ങളിൽ ആവേഗങ്ങൾ ഉണ്ടാക്കുന്നു. ഈ ആവേഗങ്ങൾ വെസ്റ്റിബുലാർ നാഡി വഴി മസ്തിഷ്കത്തിലെത്തുമ്പോൾ കണ്ണുകളിൽ നിന്നും പേശികളിൽ നിന്നുമുള്ള മറ്റു ആവേഗങ്ങളെയും സ്വീകരിച്ച് ശരീര തുലനനില പാലിക്കുന്നു. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെയുള്ള ഇൻഡിക്കേറ്റേഴ്സ് തന്നെയാണ് ആന്തരകർണത്തിലെ തുലനനില പാലനത്തെ സംബന്ധിച്ചുള്ള ഭാഗങ്ങൾ. ഏതൊക്കെയാണ് നമുക്കറിയാം. സെമി സർക്കുലർ കനാൽസ്, വെസ്റ്റിബുലാർ നാഡി, വെസ്റ്റിബ്യൂളത്തിന്റെ ഭാഗങ്ങളായിട്ടുള്ള യൂട്രിക്കിളും സാക്യൂളും രോമകോശങ്ങൾ. ഈ കാണുന്ന പിക്ചറിലാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ ആൻസർ കേട്ടോ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, രോമകോശങ്ങളുടെ സ്ഥാനം എവിടെയാണ്? സെമി സർക്കുലർ കനാലുകളിലും കാണപ്പെടുന്നുണ്ട്, അതുപോലെ തന്നെ നമ്മുടെ യൂട്രിക്കിളിലും സാക്യൂളിലും രോമകോശങ്ങൾ കാണപ്പെടുന്നുണ്ട്. അറകളിലെ ദ്രവം, ഏത് ദ്രവം കാണപ്പെടുന്നത്? എൻഡോലിംഫാണ് കാണപ്പെടുന്നത്, എൻഡോലിംഫ്. ദെൻ രോമകോശങ്ങൾ ഉദ്ദീപിക്കപ്പെടുന്ന സാഹചര്യം ഏതൊക്കെയാണ്? തലയുടെ ഭ്രമണ ചലനവും അതുപോലെ തന്നെ രേഖീയ ചലനവും എന്ത് ചെയ്യുന്നു, ഇതിന്റെ ഉദ്ദീപനത്തിന് കാരണമാവുന്നുണ്ട്. തലയുടെ ഭ്രമണ ചലനവും അതുപോലെ തന്നെ രേഖീയ ചലനവും രോമകോശങ്ങൾ ഉദ്ദീപിക്കപ്പെടാൻ കാരണമാകുന്നുണ്ട്. തുലനനിലയെ ബന്ധപ്പെട്ട മസ്തിഷ്കത്തിന്റെ ഭാഗം ഏതാണ്? സെറിബെല്ലം. ഓക്കെ, ഈ കുറച്ച് പൊതുവായിട്ടുള്ള കാര്യങ്ങളാണ്. പല കാരണങ്ങളും എന്ത് ചെയ്യാറുണ്ട്, കേൾവിക്ക് പ്രയാസങ്ങൾ ഉണ്ടാവാറുണ്ട്. അത് നമുക്കറിയാം, ജന്മന ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ചിലപ്പോൾ നമുക്ക് ഇതിലും ആക്സിഡന്റ് സംഭവിച്ചിട്ടുണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതിനെ കുറിച്ച് കേൾവിയുടെ കുറച്ച് കാര്യങ്ങൾ നോക്കാം. നമുക്കിവിടെ അത്ര ഇമ്പോർട്ടൻ്റ് അല്ല, വായിച്ചു നോക്കിയാൽ മതി. നമുക്ക് പ്രകൃതി മനുഷ്യൻ നൽകിയ കഴിവാണ് കേൾവി. നമുക്കറിയാം കഴിവാണ് കേൾവി അല്ലേ. തരംഗ രൂപത്തിൽ സഞ്ചരിക്കുന്ന ശബ്ദത്തിന് ഒരു മാധ്യമത്തിൽ കൂടി മാത്രമേ സഞ്ചരിക്കാൻ കഴിയൂ. ഒരു പശ്ചാത്തലമില്ലാത്ത അവസ്ഥയിൽ കേൾക്കാൻ കഴിയുന്ന ശബ്ദം 0 ഡെസിബിൾ കൊണ്ട് സൂചിപ്പിക്കുന്നു. ഓരോ 10 ഡെസിബിളിലും ശബ്ദ തീവ്രത 10 ഇരട്ടി കൂടുന്നു. ഇപ്പൊ ഡെസിബിൾ എന്ന് പറയുന്നത് ശബ്ദം അളക്കാൻ ഉപയോഗിക്കുന്ന ഒരു യൂണിറ്റ് ആണ് എന്ത്? ഡെസിബെൽ. ദെൻ സാധാരണ സംഭാഷണത്തിൽ കേൾക്കുന്ന ശബ്ദ തീവ്രത 40 മുതൽ 50 വരെ ഡെസിബിളിലാണ്. ഉച്ചത്തിൽ സംസാരിക്കുമ്പോൾ അത് 60 ഡെസിബിൾ വരെയാകും. ദെൻ കാറുകളുടെ ഹോൺ സാധാരണ ശബ്ദം 70 ഡെസിബിൾ ആണെങ്കിൽ എയർ ഹോണിൻ്റെത് 100 മുതൽ 110 വരെയാണ്. ഇനി 80 ഡെസിബലിന് മുകളിൽ തീവ്ര ശബ്ദം അത്യന്തം അയോചകമാണ്. കാരണം ഭയങ്കര ഒരു ഇറിറ്റേഷൻ ഉണ്ടാവും അല്ലെ. എവിടെ മുതലാണത്? 80 ഡെസിബലിന് 80 ഡെസിബലിന് മുകളിലുള്ള ശബ്ദം ഭയങ്കര അരോചകമാണ്. പിന്നെ ഇന്ന് അനുഭവിക്കുന്ന ഒരു മലിനീകരണം തന്നെയാണ് എന്ത്? നമ്മുടെ ശബ്ദ മലിനീകരണം. അമിത ശബ്ദം കുറച്ച് സമയം കേട്ടാലും കുറഞ്ഞ ശബ്ദം കൂടുതൽ സമയം കേട്ടാലും സ്ഥായിയായ കേൾവിക്കുറവിന് കാരണമാകും. അപ്പോൾ ശബ്ദം കുറവുള്ളത് കുറേ സമയം കേട്ടാലും കൂടുതലുള്ള ശബ്ദം കുറച്ചു നേരം കേട്ടാലും നമുക്ക് എന്ത് ചെയ്യും? കേൾവി അത് ബാധിക്കും. ഇനി ഗന്ധം നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത ക്ലാസ്സിൽ എടുക്കാം കേട്ടോ. താങ്ക് യു.